ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷനും ബോധവൽക്കരണ ക്ലാസും 29-ന് കായംകുളം മേരിലാൻഡ് ഹോട്ടലിൽ വെച്ച് നടക്കും. ഓൾ ഇന്ത്യ ജെം ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷനും മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ചിന്റെ സ്വർണത്തെ സംബന്ധിച്ച ഹെഡ്ജിങ്ങും ഭാവിയും അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും 29-ന് വൈകിട്ട് 7 മണിക്ക് കായംകുളം മെരിലാൻഡ് ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് വെച്ച് ഒരു നിഷ കൺവെൻഷൻ നടത്തുകയാണ്. അത് സായാഹ്ന കൺവെൻഷൻ. ആ സായാഹ്ന കൺവെൻഷനിൽ ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ യൂണിറ്റുകളിലുള്ള ഭാരവാഹികളും കൗൺസിലർമാരും പങ്കെടുക്കുന്നതാണ്. സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗോൾഡ് മർച്ചൻ്റ് ബിസിനസ് നടക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിൽ നടക്കുന്ന ബിസിനസ്സിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ ഇ-വേ ബില്ല് എന്നുള്ളൊരു പ്രക്രിയ ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. ഇ-വേ ബില്ല് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇ-വേ ബില്ല് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. 2 ലക്ഷം രൂപ വരെ ഉള്ള ഗോൾഡിനുള്ള ഇ-വേ ബില്ലിന് മാറ്റി 20 ലക്ഷം ആക്കണമെന്നാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. കാരണം ഒരു സ്ത്രീ അവരുടെ ശരീരത്തിൽ അണിയിക്കുന്ന 40 ഗ്രാം ഒരു 5 പവൻ്റെ മാലയോ ഒരു 2 പവൻ്റെ വളയോ ഒരു 4 പവൻ്റെ മാലയോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ഒരു പൊതിഞ്ഞ് ബാഗിൽ വെക്കുകയാണെങ്കിൽ അത് GST ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം ആഭരണമായി മാറും. അതവർക്ക് അസസ് ചെയ്യാനും അതിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനും അവകാശമുണ്ട്. അത് പാടില്ല. സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഈ ചെറിയ എമൗണ്ടായിട്ടുള്ള 2 ലക്ഷം രൂപ ഇ-വേ ബില്ല് ഉൾപ്പെടുത്താതെ 20 ലക്ഷം ആക്കണമെന്ന് പറയാൻ കാരണം 40 ഗ്രാമിന് മുകളിലാണ് സ്വർണ്ണാഭരണങ്ങൾ പണിയുവാൻ വേണ്ടി ഈ സ്വർണ്ണ പണിക്കാർ ഗോൾഡ് സ്മിത്തിനെ നമ്മൾ ഏൽപ്പിക്കുന്നത്, സ്വർണ്ണക്കടക്കാർ ഏൽപ്പിക്കുന്നത്. അത് 20 ലക്ഷം ആക്കിയെങ്കിൽ മാത്രമേ ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ബിസിനസ് നടക്കുന്ന കേരളത്തിൽ ഇത്തരം നിയമങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ സ്വർണ്ണ മേഖലയിലുള്ള ബിസിനസ് മുഴുവനും തകർന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ സംഘടന AKGSMA എന്ന് പറഞ്ഞാൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഈ 2 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം ആക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓൾ ഇന്ത്യ ജെം ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൗൺസിൽ ദേശീയ ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ അധ്യക്ഷനാകും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര മുഖ്യപ്രഭാഷണം നടത്തും. ബുള്ളിയൻ എക്സ്പെർട്ട് നവീൻ മുദ്ബഡ്കൽ ക്ലാസ് നയിക്കും. ജില്ലാ സെക്രട്ടറി വർഗീസ് വല്യാക്കൽ സ്വാഗതം പറയും. യൂണിറ്റ് പ്രസിഡന്റ് HM ഹുസൈൻ നന്ദി പറയും. ജില്ലയിലെ 150ഓളം ജുവലറികൾ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഇതിൻ്റെ ഉദ്ഘാടനം GJCയുടെ ഡയറക്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ നിർവഹിക്കും. അധ്യക്ഷൻ ശ്രീ നസീർ പുന്നയ്ക്കൽ, ജില്ലാ പ്രസിഡന്റ്. മുഖ്യപ്രഭാഷണം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ റോയ് പാലത്ര മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ വർഗീസ് വല്യാക്കലാണ്. ഓരോ യൂണിറ്റിലുള്ള എല്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പിന്നെ ക്ലാസ് MCXൻ്റെ ഒരു ക്ലാസ് കൂടി, ഒരു അവയർനെസ് ക്ലാസ് കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മെറ്റൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടി ഇതിനോടുകൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര, ജില്ലാ സെക്രട്ടറി വർഗീസ് വല്യാക്കൽ, സെക്രട്ടറി എബി, യൂണിറ്റ് ഭാരവാഹികളായ HM ഹുസൈൻ, സക്കീർ ഹുസൈൻ കോയിക്കൽ, മിഥുൻ ശ്രീധർ, അബു ജനത, ഷാനവാസ് മംഗല്യ, അയ്യപ്പൻ കൈപ്പള്ളിൽ, ഷെഫീഖ് അറേബ്യ, ഷൗക്കത്ത് സ്വർണ്ണമഹാൾ, സത്താർ അലങ്കാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.